വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ വിവിധ മുസ്ലിം സംഘടനകൾ ആഹ്വാനം ചെയ്ത പ്രതിഷേധവും മറ്റും പ്രക്ഷോഭമായി മാറുകയാണ്. മണിപ്പൂരിലും ആസാമിലും ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു. മണിപ്പൂരിൽ കഴിഞ്ഞ ദിവസം ഈ ന്യൂനപക്ഷ മോർച്ചയുടെ നേതാവ് അസ്കർ അലിയുടെ വീടിന് അക്രമകാരികൾ തീയിട്ടിരുന്നു. തുടർന്ന് ലിലോങ്ങിൽ ഇപ്പോൾ മണിപ്പൂർ സർക്കാർ നിരോധനാജ്ഞയും കർഫ്യൂവും മറ്റും ഏർപ്പെടുത്തിയിരിക്കുന്നു. 5000-ലധികം പേരാണ് ഒത്തുകൂടിയത്. അവിടെ സോഷ്യൽ മീഡിയ വഴിയാണ് ഈ പ്രചരണം, അതായത് വ്യാജ പ്രചരണങ്ങളും മറ്റും നടത്തി ആളെ കൂട്ടുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം തന്നെ ആസാമിൽ ഇതുപോലെ തന്നെയുള്ള ഒരു വലിയ പ്രക്ഷോഭം, അവിടെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് നേരെയൊക്കെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അവിടെയും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ട് നമുക്കറിയാം പൗരത്വ ഭേദഗതി സമരം തുടക്കം വന്നത് ആസാമിലായിരുന്നു. പക്ഷേ ആസാമിലെ പൗരത്വ ഭേദഗതി സമരത്തിൻ്റെ ലക്ഷ്യവും മുദ്രാവാക്യവും മറ്റൊന്നായിരുന്നു. മറ്റിടങ്ങളിലെ സമരവുമായി അതിന് ബന്ധമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വടക്കിഴക്ക് സംസ്ഥാനത്ത്, അതായത് മണിപ്പൂരിലും അസാമിലുമൊക്കെ ഈ വഖഫ് ഭേദഗതി ബില്ലിനെതിരെയുള്ള പ്രക്ഷോഭം അക്രമത്തിലേക്ക് തിരിയുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് നിരോധനാജ്ഞ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.